ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഐഷ ഷംസ്, ഐഷാസ് ലിറ്റിൽ മൂമെൻറ്റ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവരും ഒന്നിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഓൾ അടിച്ച് ചെയ്യണം കേട്ടോ. മറക്കരുത് കേട്ടോ, ചാനൽ കാണുമ്പോൾ ആരും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചോറിനേക്കൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 6 വെളുത്തുള്ളി, 10-12 ചെറിയ ഉള്ളി അതിനകത്ത് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് ചോറിന്. നല്ലൊരു മുളക് ചമ്മന്തി, നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചമ്മന്തി കഴിക്കുമ്പോൾ. ഇതൊന്ന് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ നമ്മളെല്ലതും വറുത്തെടുക്കണം കേട്ടോ. ഇതിനകത്തേക്ക് മുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കുക. കണ്ടോളൂ, ഓരോന്നായിട്ടാണ് ഞാനിടുന്നത് കേട്ടോ. ഇത് ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പറ ചോറുണ്ടെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ നമ്മൾ ഈ മുളക് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചോറ് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ഇത് നന്നായിട്ട് മുളക് നന്നായിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമ്മളടുത്തത് മുളക് വറുത്തെടുത്ത് ഇനി നമ്മൾ ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ. ചുമന്ന ഉള്ളി ഇടുക കേട്ടോ. ചുമന്ന ഉള്ളി ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഈ പുളിയും ഇതിനകത്തേക്കിട്ട് കരിവേപ്പില ഇട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റുക, നല്ലോണം വഴറ്റുക. നിങ്ങളെല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും. ഈ നോമ്പ് 10 നോമ്പും കൂടിയേ ഉള്ളൂ. ഇന്ന് നോമ്പ് 20ആയി. ഇനി 10 നോമ്പും കൂടി ഉണ്ട്. ഏപ്രിലിൽ വിഷു വരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നോയമ്പും വരുന്നുണ്ട്. ഏപ്രിലിലെ വിഷു നിങ്ങളെല്ലാവരും എന്തൊക്കെയാണ് വിഷുവിന് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ നന്നായിട്ട് മുളക് ഇതായിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, മുളക് നല്ലൊരു മണം വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഇത് അത്ര നല്ല മണമാണ് കേട്ടോ. കണ്ടല്ലേ നന്നായിട്ട്. ഇനി നമ്മൾ ഇത്ര വാടിയാൽ മതി കേട്ടോ. ഇനി നമ്മളിതെടുത്തിട്ട് നന്നായിട്ട് ചമ്മന്തി അരയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ മുളക് ഇടുക. വറുത്ത് വെച്ച മുളക് ഇടുക. പിന്നീട് നമ്മൾ വറുത്ത് വെച്ച ഈ ഉള്ളിയും പുളിയും ഒക്കെ ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇട്ടിട്ട് ഇനി നമ്മൾ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്താനുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് ഇതിനാവശ്യമുള്ള ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സിയിൽ വെള്ളമൊന്നും കൂട്ടാൻ പാടില്ല. നമ്മളിവിടെ ഇതാക്കി വെച്ചിട്ടുള്ള ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് വെച്ച വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എരിവ് കൂടുതലാണെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചോറെടുത്ത് ഇങ്ങനെ ചമ്മന്തി എടുത്ത് ഇങ്ങനെ കുഴച്ച് നന്നായിട്ട് എന്നിട്ട് ഉരുള കൂട്ടി ഇങ്ങനെ കഴിക്കുക. കണ്ടോ, ഇങ്ങനെ കഴിക്കുക. എന്ത് രസമാണെന്ന് പറയാം ഈ ചമ്മന്തി ചോറ്.